പലതരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ എതിർപക്ഷത്ത് നിന്നുള്ള ആക്രമണം അത് പലതരത്തിൽ ഉണ്ടാവാറുണ്ട് ടീച്ചറുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ. അതിൽ നിന്നെല്ലാം മറികടന്ന് പരിധി കടന്നുകൊണ്ടുള്ള ഒരു വിഷയമായി പോയി എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല യഥാർത്ഥത്തില്. കുറച്ചൊക്കെ അത്തരത്തിലുള്ള ബുള്ളിങ് ഒക്കെ ഉണ്ടാകും. നമ്മളൊന്നും അങ്ങനെ കാര്യമാക്കാറില്ലേ. ഇപ്പൊ നമ്മളൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് അതിന്റെ അടിയിലൊക്കെ ചിലര് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചിട്ടാണല്ലോ വാചകങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതല്ലാതെ അതിന്റെ മേലെ പിന്നെ പറയാറില്ല. പക്ഷെ ഇത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്നത് പോലെ നുണക്കഥകൾ ഉൽപ്പാദിപ്പിച്ചു വിടുകയാണ്, ഒന്നിനു പുറകെ മറ്റൊന്നായി. ആദ്യം കുറെ ഞാൻ നെഗ്ലക്ട് ചെയ്തു, അത് പോട്ടെ, അതൊന്നും ആരും കാര്യമാക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ ഇന്റൻഷനലായിട്ട് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ കുറെ സ്ത്രീകളൊക്കെ വിളിച്ചു, ഓരോ ടീച്ചറെ കൊണ്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാം ഗ്രൂപ്പുകളിൽ ഇടുന്നു. ആരാ ഇടുന്നത്? അപ്പോൾ ചില ID നമുക്ക് പിടികിട്ടി. ആ ID പരിശോധിച്ച് നോക്കുമ്പോൾ അത് UDF ഇലക്ഷൻ പ്രചരണം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്, പിന്നെ ഫേസ്ബുക്ക് പേജുകളാണ്. അപ്പൊ അവർക്കായിട്ട് പ്രചരണം നടത്തുന്ന പേജുകളാണ്. അപ്പൊ അതിനകത്ത് തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെല്ലാം നോക്കിയിരിക്കണോ? അതിലെ ഏറ്റവും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലാണ് കൂടുതൽ പ്രചരിപ്പിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരും എല്ലാം, ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ചില ക്രൈസിസുകൾ നേരിട്ടപ്പോൾ ഞാനതിൽ രാഷ്ട്രീയമൊന്നും കണ്ടിട്ടില്ല. ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്നുള്ള നിലയിൽ ആരും മരിച്ചു പോകരുത് ആ കാലത്തിൽ എന്ന് വെച്ചിട്ട് മുഴുവൻ സമയവും വളരെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുക ചെയ്തത്. കോവിഡ് ആയാലും നിപ്പ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതൊന്നും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പുറമേ നാളുകൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈനംദിനം നേരാവണ്ണം വിശ്രമിക്കുക പോലും ചെയ്യാതെ ഞാൻ മാത്രമല്ല എന്റെ ടീമും എല്ലാം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയ ചീഫ് സെക്രട്ടറി ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ ടീം അതുണ്ട്, ഹെൽത്തിന്റെ ടീമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ആ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു സ്വൈര്യം കൊടുത്തിട്ടില്ല എന്ന് പറയാം. ലീവ് പോലും അവർക്ക് ആദ്യമൊക്കെ ലീവ് ചോദിച്ചവർ പിന്നെ ലീവ് ചോദിക്കാതായ, ദേഷ്യം വന്നിട്ടല്ല, പ്രവർത്തിക്കാനുള്ള ടീച്ചർ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇപ്പം ഞങ്ങൾ ഇതൊന്ന് രണ്ടിലൊന്നായിട്ടേ പിന്നെ ഇത് അടങ്ങിയിട്ട് മാത്രമേ ഞങ്ങൾ ലീവ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ കുടുംബ വീട്ടിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എനിക്ക് അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ 10 പറഞ്ഞാൽ 100 തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ അത് ഉണ്ടായി എന്നുള്ളത് അതിന്റെ മുന്നിൽ അവരുടെയൊക്കെ ഒരു എന്താ പറയേണ്ടത് ഒരു അപെക്സ് ആയിട്ട് നിന്നത് ഞാനാണ്. പിന്നെ എല്ലാവരോടും നിങ്ങൾ ഭയക്കരുത്, ഞങ്ങളെല്ലാം ഒരുക്കവും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരുക്കവും ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് മിണ്ടാതെ ഒരിടത്ത് ഇരുന്നാൽ ഒരു ഒരുക്കം ഉണ്ടാവില്ലല്ലോ. ആ ഒരുക്കം ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നില്ലേ. അപ്പൊ അതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഈ ടീച്ചർ അങ്ങനെ ചെയ്തിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നോ എന്ന ഭയമാണോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയില്ല.